ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മൾ വിഷുബലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ സ്വാതി നക്ഷത്രത്തെ പറ്റി പറയുകയാണ്. സ്വാതി നക്ഷത്രം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നക്ഷത്രമാണ്. 27 നക്ഷത്രങ്ങളിൽ ഏറ്റവും നല്ലൊരു നക്ഷത്രമാണ് സ്വാതി നക്ഷത്രം. ഇത് നീതിയോട് വളരെ അടുപ്പം പുലർത്തുന്നവരാണ് സ്വാതി നക്ഷത്രക്കാർ. തുലാരാശിയുടെ മെയിനായിട്ട് മുഴുവൻ തുലാരാശിക്കാരാണ് വളരെ മിക്കവാറും നീതിയോട് വളരെ അടുപ്പം പുലർത്തുന്നവരാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും ചിന്തിക്കാൻ പോകത്തില്ല. ഒരു സമത്വം, സാഹോദര്യം ഇതൊക്കെ നമ്മൾ പറയുന്നില്ലേ, ആകർഷത്വം, ബന്ധുക്കളോടുള്ള സ്നേഹം, ഇതൊക്കെ വളരെ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് ഈ സ്വാതി നക്ഷത്രക്കാർ. സ്വാതി നക്ഷത്രക്കാർക്ക് അതാണ് സ്വാതി നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല നക്ഷത്രം. ഈ നക്ഷത്രങ്ങളിൽ ഏറ്റവും നല്ലൊരു നക്ഷത്രം തന്നെയാണ് സ്വാതി നക്ഷത്രം. ഈ സ്വാതി നക്ഷത്രക്കാർ ഒരു എന്താ പറയുക, ഒരു മിലിറ്ററി ചിട്ടയോടുകൂടി ജീവിക്കുന്നവരാണ്. മിലിറ്ററി ചിട്ടയോടുകൂടി ജീവിക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളിലും അടുക്കും ചിട്ടയോടും കൂടി ജീവിക്കുന്നവരാണ് സ്വാതി നക്ഷത്രക്കാർ. ഈ സ്വാതി നക്ഷത്രക്കാർക്ക് വ്യക്തിപരമായ വളർച്ചയും കരിയറിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും കുടുംബജീവിതത്തിൽ സമാധാനവും ചില വെല്ലുവിളികളൊക്കെ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കും. എന്നാലും അവരതൊക്കെ നേരിടാൻ പ്രാപ്തരാണ്. പിന്നെ ആഗോളതലത്തിൽ തന്നെ വളർച്ചയുടെ കാലമാണ്. വളർച്ചയുടെ അവസരങ്ങൾ ലഭിക്കുന്നവരാണ് സ്വാതി നക്ഷത്രക്കാർ. വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വർഷം നല്ല മാറ്റങ്ങൾ സാധിക്കും. പിന്നെ മുൻ പരിചയങ്ങൾ ഉപയോഗിച്ച് വലിയ വിജയങ്ങൾ കൈവരിക്കാനും ഇവർക്ക് സാധിക്കും. ആഗോളതലത്തിൽ വളർച്ചയുടെ അവസരങ്ങൾ ലഭിക്കും. വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. മുൻ പരിചയങ്ങൾ ഉപയോഗിച്ച് വലിയ വിജയങ്ങൾ കൈവരിക്കുന്നവരും കൂടിയാണ്. മനസ്സിലേക്ക് ആത്മവിശ്വാസവും സാന്ത്വനവും നൽകുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. ജോലി സ്ഥലത്ത് ഉന്നത സ്ഥാനക്കയറ്റത്തേക്കുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ കാണുന്നുണ്ട്. ജോലി സ്ഥലത്ത് ഉന്നത സ്ഥാനക്കയറ്റത്തിനുള്ള അവസരങ്ങൾ കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ കാണുന്നുണ്ട്. ബിസിനസ് സംരംഭകർക്ക് മികച്ച വർഷം കൂടിയാണ്. സംരംഭകർക്ക് നൂതന സംരംഭങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും തുടങ്ങാം. പക്ഷേ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തിടുക്കം കൂടാതെ വളരെ ശാന്തമായി അഭിമുഖീകരിക്കുക. തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾക്കായി ജൂലൈ സെപ്റ്റംബറിൽ നല്ലൊരു സമയം തന്നെയാണ്. നീണ്ടകാല നിക്ഷേപങ്ങൾ വലിയ നേട്ടം നൽകും. അനാവശ്യ ചെലവുകളിൽ സൂക്ഷ്മത പാലിക്കണം. അനിശ്ചിത സാമ്പത്തിക സാഹചര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. പണം മാനേജ്മെൻറ്റൊക്കെ വളരെ കൃത്യമായി പാലിക്കണം. ചെലവുകൾ നിയന്ത്രിക്കാനും ചെലവുകൾ കൂടുതലാകാതിരിക്കാനും വളരെ വളരെ ശ്രമിക്കണം. പിന്നെ കുടുംബത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവും. ദാമ്പത്യ ജീവിതം മെച്ചപ്പെടും. കുടുംബാംഗങ്ങളുടെ പിന്തുണ എപ്പോഴും ഉണ്ടാവും. ബന്ധങ്ങളിൽ പരസ്പര വിശ്വാസവും മനസ്സിന് നിറവും ഉണ്ടാവും. അനുയോജ്യമായ തീരുമാനം എടുക്കുന്നതിന് കുടുംബാംഗങ്ങളുടെ അഭിപ്രായം എപ്പോഴും പരിഗണിക്കേണ്ടി വരും. കുടുംബാംഗങ്ങൾ പറയുന്നതൊക്കെ കേട്ടിട്ട് മതി നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ശാരീരികമായി കുറഞ്ഞ ആരോഗ്യമുള്ളവർക്കും മുതിർന്നവർക്കും വളരെ കുറച്ച് ആരോഗ്യം കുറവാണെങ്കിൽ വളരെ സൂക്ഷ്മത വേണം. പിന്നെ വയസ്സായവരും വളരെ സൂക്ഷ്മത പാലിക്കണം. ജോലിയിലെ സമ്മർദ്ദം, കാരണം എപ്പോഴും ജോലിയിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകും. കാരണം കൂടുതൽ സാമ്പത്തികം വരുമ്പോൾ കൂടുതൽ ജോലിയും ഉണ്ടാവുമല്ലോ. ചുമ്മാ ആരും പൈസ തരില്ലല്ലോ. ശമ്പളം ഒരു കോടി രൂപ ശമ്പളത്തിൽ ജോലിയിൽ നിയമിച്ച ഒരു വർഷം 1.5 കോടി രൂപ ശമ്പളം കിട്ടുന്ന ജോലിയിൽ നിയമിച്ചാൽ വെറുതെ തരത്തില്ലല്ലോ 1.5 കോടി രൂപ. അപ്പോൾ അത്രയ്ക്കുള്ള സമ്മർദ്ദം ജോലിയിലുണ്ടാവും. പക്ഷെ നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ പുരോഗതി പ്രാപിക്കും. പക്ഷെ എന്നാലും നമുക്കൊരു 1.5 കോടി 2 കോടി രൂപ ശമ്പളം കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ അത് വെറുതെ കിട്ടുന്ന ജോലിയല്ലല്ലോ. അത്രയ്ക്കുള്ള ജോലിയുടെ സമ്മർദ്ദം ഉണ്ടാവും. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പാലിക്കുക. യോഗ, പ്രാണായാമം പോലുള്ള പരിശീലനങ്ങൾ ആരംഭിക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. വിവേകത്തോടും ധൈര്യത്തോടും കൂടി എല്ലാ പ്രതിസന്ധികളെയും നേരിടുക. അപേക്ഷകളിലും കരാർ ചർച്ചകളിലും എപ്പോഴും സുതാര്യത പുലർത്തുക. ശാന്തമായ മനസ്സോടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ആരോഗ്യപരമായ ജീവിതശൈലി പിന്തുടരുക. ഈ 27 നക്ഷത്രങ്ങളിൽ സാമാന്യം നല്ലൊരു നക്ഷത്രമായ സ്വാതി നക്ഷത്രക്കാർക്ക് പരീക്ഷണങ്ങളും സാധ്യതകളും നിറഞ്ഞ ഒരു വർഷമായിരിക്കും. പക്ഷേ മുന്നോട്ട് പോകാനായിട്ട് ധാരാളം സാധ്യത ഈ സ്വാതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ലഭിക്കും.